നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖല പ്രളയഭീതി. ശക്തമായ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാശനഷ്ടം. ചങ്ങനാശ്ശേരിയിൽ വീണ്ടും ഗതാഗത തടസ്സം. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യമുന്നയിച്ച് വില്ലേജ് ഓഫീസ് പഠിക്കൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ സമരം. ചങ്ങനാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടി. വിശദമായ വാർത്തകളിലേക്ക്. കലിതുള്ളി കാലവർഷം. കനത്ത മഴ തുടരുന്നു. കുട്ടനാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ. മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടം. പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, കോട്ടയമടക്കം 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മണിമല, അച്ചൻകോവിൽ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും മൂലം അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പ്രധാന നദികൾ കരകവിഞ്ഞു. ഗ്രാമീണ സർവീസ് റോഡുകളിൽ ഗതാഗതം നിലച്ചു. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലും വെള്ളം കയറി. തലവടി പഞ്ചായത്തിലെ കുന്നുമ്മാടി, കുതിരച്ചാൽ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തു നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറുകയാണ്. തലവടിയിൽ ക്യാമ്പ് പ്രവർത്തിപ്പിക്കാനുള്ള നടപടി ആലോചിച്ചു വരുന്നു. പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. നിരണം, വിയപുരം, മുട്ടാർ, തലവടി, എടത്വ, തകഴി പഞ്ചായത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. താഴ്ന്ന സ്ഥലങ്ങളിൽ മുട്ടോളം വെള്ളമെത്തി. മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി തീർന്നു. മുട്ടാറിൽ നിന്ന് പ്രധാന പാതകളിലേക്കുള്ള സർവീസ് നിലച്ചതോടെ യാത്രാ ദുരിതവും ഇരട്ടിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസം കനത്ത മഴയാണെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രദേശവും വെള്ളത്തിനടിയിലായി. ഇനിയും മഴ ശക്തിപ്പെട്ടാൽ പ്രളയം ആവർത്തിക്കുമോ എന്ന ആശങ്കയുണ്ട്. കുന്നുമ്മാടി, കുതിരച്ചാൽ നിവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമെന്നിരിക്കെ ഇവിടുത്തെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. ജില്ലയിൽ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും കിഴക്കൻ വെള്ളം എത്തിയതോടുകൂടിയാണ് ജലനിരപ്പ് കാര്യമായി ഉയർന്നത്. ഉച്ചയോടെയാണ് തലവടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറിയത്. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് അപ്പർ കുട്ടനാട്ടിലെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു. പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി. ഇന്നും തലവടി, എടത്വ പ്രദേശങ്ങളിൽ മരം വീണ് വീടുകൾ തകർന്നു. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റാണ് ആശങ്കപ്പെടുത്തുന്നത്. പ്രാദേശിക സർവീസ് റോഡുകളിൽ വെള്ളം കയറിയതോടെ ബസ് സർവീസ് നിലച്ചു. തായങ്കരി, ചങ്ങനാശ്ശേരി, നീരേറ്റുപുറം, മുട്ടാർ, കിടങ്ങറ, എടത്വ കളങ്ങര, എടത്വ വിയപുരം, എടത്വ കൈതത്തോട് ഭാഗങ്ങളിലേക്കുള്ള സർവീസാണ് നിർത്തിവെച്ചത്. മഴ ശമിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അമ്പലപ്പുഴ, തിരുവല്ല സംസ്ഥാന പാതയിലെ ഗതാഗതവും നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ നിന്ന് തോട്ടപ്പള്ളി വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള താമസമാണ് അപ്പർ കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്നത്. വെള്ളപ്പൊക്കമുണ്ടായാൽ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് 14-ാം വാർഡിലെ മങ്കൊമ്പും സമീപ സ്ഥലങ്ങളും. പഞ്ചായത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമായതിനാൽ മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലും ഇവരുടെ ദുരിതം തീരില്ല. പരന്നൊഴുകുന്നത് മലിനജലമായതിനാൽ പകർച്ചവ്യാധി ഭീതിയിലുമാണ് ജനങ്ങൾ. ശക്തമായ മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിലും പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വികാസ് മാർഗ് റോഡും പൊട്ടുമുപ്പത് മുതൽ സെന്റ് ജോസഫ് സ്കൂളിലേക്കുള്ള വഴിയും പുളിങ്കുന്ന് ബസാറും ചതുർത്ഥ്യാഗിരി റോഡുമെല്ലാം വെള്ളത്തിൽ മുങ്ങി. പഞ്ചായത്തിൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മങ്കൊമ്പ്. 14-ാം വാർഡിൽ ഉൾപ്പെട്ട ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മലിനജലം എല്ലാം കൂടെ വന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ മേലാത്ത സാഹചര്യമാണ്. അട്ടയുണ്ട്, പിന്നെ അയലോക്കത്തൊന്നും വീട്ടുകളിൽ ആരുമില്ല, കരണ്ടും ഇല്ല. ആകപ്പാടെ ഞങ്ങൾ ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വാർഡ് 14-ാം വാർഡാണ്. മഴ ആരംഭിച്ചപ്പോഴേ വഴികളിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ ഇപ്പോൾ വഴികളെല്ലാം പൂർണ്ണമായും മുങ്ങിയതോടെ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലായി. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാനാകാത്തതിനാലാണ് ദുരിതം സഹിച്ച് തുടരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 4 ദിവസമായിട്ട് പുരയിടത്തും മുറ്റത്തും പെരയ്ക്കകത്തും ഒക്കെ വെള്ളമായിട്ട് കയറി കിടക്കുക.
പിന്നെ പശു ഉള്ളതിൻ്റെ പേര് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അയൽവക്കത്തെങ്ങും ആരുമില്ല. കക്കൂസിൻ്റെ ടാങ്ക് എല്ലാം പൊട്ടി അത് ഒഴി നടക്കുന്നു. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കതൊക്കെ അറ്റേ വെള്ളം നാറുന്നുണ്ട്. കക്കൂസ് ടാങ്കുകളിൽ നിന്നുള്ളതടക്കം മലിനജലമാണ് പ്രദേശത്തൊഴുകുന്നത്. തരിച്ചു കിടന്ന പാടശേഖരങ്ങളിൽ നിന്നുള്ള കറുത്ത ജലം പലരുടെയും വീടുകൾക്കുള്ളിലേക്ക് ഒഴുകിയെത്തി. 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യമാണുള്ളതെന്ന് വാർഡ് മെമ്പർ വിധു പ്രസാദ് പറയുന്നു. ദുരന്ത നിവാരണ യോഗം ചേരാൻ പോലും ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു. എല്ലാ വീടുകളിലും വെള്ളം കയറി കിടക്കുക എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ പ്രളയത്തിന് നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും വെള്ളം കയറി. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ വാർഡ് നിൽക്കുന്നത്. 3 ദിവസമായിട്ട് എല്ലാ വീടുകളിലും വെള്ളം കയറി. ഇപ്പോൾ എല്ലാ വഴികളും ഒരു 4 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ ഒരു റോഡ് പോലും ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് വെള്ളം കയറി നിറയും. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടുത്താണ് പറയുന്നത്. നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കും. ഇതുവരെ ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി പോലും പഞ്ചായത്തിൽ കൂടിയിട്ടില്ല. അത് നാളെ വെച്ചിരുന്നതാണ്. എല്ലാ മെമ്പർമാരുടെ എല്ലാ ആവശ്യപ്രകാരം അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വാർഡിലെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു മുഖവിലക്കെടുക്കാത്തൊരവസ്ഥയിലേക്കാണ് മാറുന്നത്. എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്തെ ആ രീതിയിൽ കാണാനുള്ള ഒരു മനോഭാവം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും? അതുപോലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഇത്രയും ഇതെന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തുന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യമല്ല. പക്ഷേ മലിനജലമുള്ള സെപ്റ്റിക് ടാങ്കും കുളങ്ങളെല്ലാം വർഷങ്ങളായിട്ട് തരിച്ചു കിടന്ന പാടശേഖരത്തു നിന്ന് വരുന്ന വെള്ളം, അതുപോലെ കുളങ്ങൾ വൃത്തികെട്ട് കാട് കയറി കിടന്ന കുളത്തിലെ എല്ലാം കൂടെ വെള്ളം പൊങ്ങിയപ്പോൾ അതെല്ലാം കൂടെ പെരക്കകത്തേക്ക് അടിച്ചു കയറി വന്നിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അത്രയ്ക്ക് സ്മെല്ലാണ്. അതുപോലുള്ള സ്മെല്ലാണ് ഈ വെള്ളത്തിന്. അതിനകത്തൂടെ നടന്നിട്ട് കാലിലെല്ലാം ചൊറിഞ്ഞ് ആൾക്കാരെല്ലാം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മങ്കൊമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഒറ്റമഴയ്ക്ക് തന്നെ വെള്ളക്കെട്ടാവുന്ന പ്രദേശങ്ങളെ പ്രത്യേകം പരിഗണിക്കണം. ഇതിന് പഞ്ചായത്ത് മുൻകൈയെടുത്ത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മങ്കൊമ്പ് നിവാസികൾ പറയുന്നു. തുടർച്ചയായ കാറ്റിലും മഴയിലും ചങ്ങനാശ്ശേരിയിൽ തുടർച്ചയായ മരം വീഴ്ച. ഗതാഗത തടസ്സത്തിൽ വലഞ്ഞ് യാത്രക്കാർ. ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിക്ക് സമീപം സൗവർണിക അപ്പാർട്ട്മെന്റിന് എതിർവശം നിന്ന 2 മരങ്ങളാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി റോഡിലേക്ക് നിലം പൊത്തിയത്. ശക്തമായ കാറ്റിലും മഴയിലും വാഴൂർ റോഡിൽ പാറൽപ്പള്ളിക്ക് സമീപം റോഡരികിൽ നിൽക്കുന്ന തണൽ മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവാകുന്നു. ബുധനാഴ്ച റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്കിടയിലേക്ക് മരം കടപുഴകി വീണിരുന്നു. ആ സമയം റോഡിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. ഇതിന് സമീപത്തു നിന്ന മറ്റൊരു മരവും വ്യാഴാഴ്ച കാറ്റിൽ നിലംപതിച്ചു. 100 കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന തിരക്കേറിയ റോഡാണിത്. തുടർച്ചയായി മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാറൽപ്പള്ളിക്ക് എതിർവശമുള്ള ആൽമരവും പൂവകയും വെട്ടിമാറ്റി പൊതുജനങ്ങളുടെയും വാഹനയാത്രികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ആവശ്യമുയരുന്നു. മരം വീണതിനെ തുടർന്ന് 2 ദിവസങ്ങളിലും മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചങ്ങനാശ്ശേരി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണു. യാത്രക്കാരന് ഗുരുതര പരിക്ക്. നിരണം തോട്ടടി നൈനപ്പാടത്ത് 58 വയസ്സുള്ള ഗീവർഗീസിനാണ് മരം വീണ് പരിക്കേറ്റത്. ഉച്ചകഴിഞ്ഞ് 4-ന് ചൂട്ടുമാളിൽ CSI പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. വീട്ടിൽ നിന്ന് എടത്തുവ ഭാഗത്തേക്ക് പോയ ഗീവർഗീസിന്റെ മുകളിലേക്ക് കാറ്റിൽ മരം കടപുഴകി വീഴുകയായിരുന്നു. നിരണത്തുനിന്ന് അവിടെ എടത്തുവഴിക്ക് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ CSI പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ ഒരു പുളിമരം വീണ് എൻ്റെ ദേഹത്തോട്ടാണ് വീണ്. ഞാനൊരു തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. പോലും നാട്ടുകാരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. മരം വീണ ആഘാതത്തിൽ സീറ്റിൽ നിന്ന് തെറിച്ച് താഴെയുള്ള ഫുഡ് റെസ്റ്റിൽ ഇരുന്നു പോയി ഗീവർഗീസ്. ഓടിക്കൂടിയ നാട്ടുകാർ സ്കൂട്ടറിൽ നിന്ന് പുറത്തെടുത്ത് എടത്തുവ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്കും കഴുത്തിനും ശരീരത്തിനും ക്ഷതമേറ്റിട്ടുണ്ട്. തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃക്കൊടിത്താനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിൽ ധർണ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KA ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. മാസക്കാലമായി എന്നിട്ട് പോലും ഒരു വില്ലേജ് ഓഫീസറെ നമ്മുടെ തൃക്കൂടിത്താനത്തേക്ക് അവർക്ക് നിയമിക്കുവാനായിട്ട് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി തഹസിൽദാർ അടക്കമുള്ള ആളുകൾക്ക് ഇതുവരെയും പ്രിയപ്പെട്ടവരെ സാധിച്ചില്ല കാര്യങ്ങളെ.
അതിനെതിരായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് നിയമിക്കുക. ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതം എന്ന് പറഞ്ഞാൽ അവര് നമുക്കറിയാം, സാധാരണ ആളുകളെ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നതാണ് വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളെ എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോഴത്തേക്ക് അവർക്കൊരു സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് വില്ലേജ് ഓഫീസർ ഇല്ലേ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങളെ. നമ്മൾ പലപ്പോഴും നമ്മളെ തഹസീൽദാർ അടക്കമുള്ള ആളുകളോട് നമ്മളെ അഭ്യർത്ഥിച്ചതാണ് എത്രയും പെട്ടെന്ന്. എന്നിട്ട് പോലും ഇതുവരെയായിട്ട് ഈ വില്ലേജിന്റെ അധികാരികൾ ഇതുവരെയായിട്ടും ഒരു വില്ലേജ് ഓഫീസറെ ഇവിടെ നിയമിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചില്ല. 1.5 മാസമായി തൃക്കൊടിത്താനത്ത് വില്ലേജ് ഓഫീസറില്ല. മഴക്കെടുതികൾ രൂക്ഷമായി ജനങ്ങൾ ദുരിതത്തിലാണെങ്കിലും വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനത്തെ വലയ്ക്കുന്നു. വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങി നിരാശരായി മടങ്ങുകയാണ്. വില്ലേജ് ഓഫീസിൽ കുടിവെള്ളം, ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് മോട്ടി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബാബു രാജേന്ദ്രൻ, AG സനൽകുമാർ, ദേവകുമാർ, ബാബു വർഗീസ്, P സുരേഷ്, സനൽ മാടപ്പാട്, മനുകുമാർ, PJ ആന്റണി, PS കണ്ണൻ, ടോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ആക്രമണം, കഞ്ചാവ് വിൽപ്പന അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ചങ്ങനാശ്ശേരി സ്വദേശി ഷെറോൺ നജീബാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സേന, ചങ്ങനാശ്ശേരി പോലീസ് എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത്. ഒറീസയിൽ നിന്നും ട്രെയിനിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഇയാളെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പിടികൂടുകയായിരുന്നു. അന്തർ സംസ്ഥാന കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട സംഘങ്ങളിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്നും കഞ്ചാവ് കടത്തലുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ചങ്ങനാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോട്ടയം അതിരമ്പുഴയിൽ നടന്നുവന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവം അരങ്ങ് 2025 സമാപിച്ചു. 217 പോയിന്റ് നേടി കണ്ണൂർ ജില്ല വിജയ കിരീടം കരസ്ഥമാക്കി. 5 വർഷം കിരീട ജേതാക്കളായ കാസർഗോഡ് ജില്ലയെ പിന്തള്ളിയാണ് കണ്ണൂർ ജേതാക്കളായത്. സ്റ്റേജ് ഇനങ്ങളിലും സ്റ്റേജ് ഇതര ഇനങ്ങളിലും മികവ് തെളിയിച്ചാണ് കണ്ണൂർ വിജയം ഉറപ്പിച്ചത്. 197 പോയിന്റ് നേടി 2ാം സ്ഥാനം കരസ്ഥമാക്കി കാസർഗോഡ് ജില്ലയും 104 പോയിന്റുമായി 3ാം സ്ഥാനം കരസ്ഥമാക്കി തൃശൂർ ജില്ലയും പ്രതിഭ തെളിയിച്ചു. ആതിഥേയരായ കോട്ടയം ജില്ല 53 പോയിന്റ് നേടി. വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ജോസ് കെ മാണി MP നിർവഹിച്ചു. അരങ്ങ് 2025 സെക്കൻഡ് റണ്ണറപ്പ് തൃശൂർ. അഭിനന്ദനങ്ങളും. ടീം കാസർഗോഡ് വളരെ നല്ലൊരു കയ്യടിയോടുകൂടി നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാം നമ്മളുടെ പ്രിയ കലാകാരികളെ. കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്ന 2025 എവറോളിംഗ് ട്രോഫി നേടുന്നത് ടീം കണ്ണൂർ. ടീം കണ്ണൂരിന്റെ എല്ലാവിധ ആശംസകളും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഴുവൻ കലാകാരികളെയും എവറോളിംഗ് ട്രോഫി നേടുകയാണ്. നമുക്കറിയാം, സ്ത്രീകളെ മാറ്റി എഴുതിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനം പോലെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള സംവിധാനം ഒരുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ത്രീ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ കൊണ്ട് എത്തിച്ചത് അത് കുടുംബശ്രീയാണ്. അരങ്ങ് എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ സ്ത്രീയുടെ സാന്നിധ്യം ഇന്ന് പഞ്ചായത്തുകളിൽ, ആ പഞ്ചായത്തുകളിലെ അരങ്ങ് ഇന്ന് കുടുംബശ്രീ വരെയാണ് നമുക്ക് ആ പ്ലാറ്റ്ഫോം ലഭിച്ചത്. സാമ്പത്തികമായ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് അത് കുടുംബശ്രീയാണ്. ഇന്ന് എല്ലാ സാംസ്കാരിക മേഖലയെല്ലാം കുടുംബശ്രീ നിറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള വേദി ഒരുക്കിയത് കുടുംബശ്രീയാണ്. അരങ്ങ് ആ വേദി ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിരമ്പുഴ പള്ളി പാരിഷ് ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ്,
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 14 വേദികളിൽ 49 ഇനങ്ങളിലായി 3500 മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കുചേർന്നു. സംസ്ഥാനത്തെ ADS, CDS, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലെ വിജയികളാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് പുന്നക്കുന്നത്തുശ്ശേരിയിലെ കാരുപറമ്പ് വഴിയുടെ നവീകരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ S. മായാദേവി. ടെൻഡർ നടപടികൾ ആരംഭിച്ചുവെന്നും മായാദേവി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. കൃഷിയില്ലാതെ വന്നതുകൊണ്ടാണ് അവിടെ ഇത്രയും വെള്ളം പൊങ്ങിയതും വഴി മുങ്ങിയതും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വഴി ഞാൻ കയറിയിട്ട് 2 പ്രാവശ്യം NRGSന്റെ 25 ലക്ഷം രൂപ നമ്മൾ അവിടെ കാരുപറമ്പ് വഴിക്ക് വെച്ചതാണ്. അപ്പൊ അത് 2 വർഷവും NRGSന്റെ വർക്ക് കൊണ്ടാകാം ആരും പിടിക്കാനില്ലാത്തതുകൊണ്ട് അത് ലാപ്സ് ആയി പോയി. ഇത്തവണ ഈ വർഷം 25-26 വർഷത്തെ പദ്ധതിയിൽ നമ്മളത് പെടുത്തിയിട്ടുണ്ട്. 11 ലക്ഷം രൂപ പഞ്ചായത്തിന്റെയും 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെയും കൂടെ സംയുക്ത പ്രോജക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പണി തുടങ്ങും. അതാണ് വഴിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ 25 വർഷത്തോളമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവരാണ് പ്രദേശവാസികൾ. ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് മായാദേവി പറഞ്ഞു. അതുപോലെ തന്നെ 25 വർഷമായി അവിടെ കുടിവെള്ളം ഇല്ലാതായിട്ട് 2-3 വാർഡ് ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ 52 ലക്ഷം രൂപ കൊടുത്ത് ഞാനും 2-ാം വാർഡും 3-ാം വാർഡിലെ മെമ്പർമാര് ഞങ്ങള് പോയി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ പദ്ധതി അവിടെ കൊണ്ടുവന്നത്. അതിന്റെ വർക്കുകളും എല്ലാം നമ്മൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. ജൽജീവന്റെ കുറച്ച് ഭാഗത്ത്, ഈ പറയുന്ന കാരുപറമ്പ് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ജൽജീവന്റെ പൈപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെയും കുടിവെള്ളത്തിന്റെ പ്രശ്നം മാറിക്കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇപ്പം ഞാൻ കയറിയിട്ട് 1.5 കോടി രൂപയുടെ വർക്കുകൾ തന്നെ നമ്മുടെ ചമ്പക്കുളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് 2-ാം വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രശ്നം തെരുവ് വിളക്കുകളുടേതാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷവും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ ചേർന്ന് 20 ലക്ഷവും പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കാരുപറമ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുമെന്നും മായാദേവി പറഞ്ഞു. ചമ്പക്കുളം പഞ്ചായത്ത് 2-ാം വാർഡ് പുന്നക്കുന്നത്തുശ്ശേരി തെക്കേക്കുറ്റുമുട്ട് മുതൽ ചുരത്തറ വരെയുള്ള വഴിയുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വാർഡ് മെമ്പർ മായാദേവി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ഇന്നലകളിൽ ഇന്ന്. ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾവഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. 1953 മെയ് 29, 72 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം മനുഷ്യൻ ഭൂമിയുടെ നെറുകയിലെത്തി. അതെ, അന്നാദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. ആ വർഷം ഏപ്രിൽ 13 ജോൺ ഹണ്ടിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ പൂർത്തിയാക്കിയത് 2 പേർ മാത്രം. ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും നേപ്പാളുകാരൻ ഷെർപ്പ ടെൻസിംഗ് നോർഗയും. 1865 ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായിരുന്ന സർ ആൻഡ്രൂ വോ തൻ്റെ മുൻഗാമിയായിരുന്ന കേണൽ സർ ജോർജ് എവറസ്റ്റിൻ്റെ പേരിൽ നിന്നുമാണ് ഈ കൊടുമുടിയുടെ പേരിട്ടത്. നേപ്പാളി ഭാഷയിൽ സഗർമാഥ എന്നും സംസ്കൃതത്തിൽ ദേവഗിരി, ടിബറ്റൻ ഭാഷയിൽ ചോമോലുങ്മ എന്നും പേരുകളുണ്ട്. 1953 ജോൺ ഹണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പര്യവേഷണത്തിനു മുമ്പ് പല പര്യവേഷണങ്ങളും നടന്നിരുന്നു. 1924 മല്ലോറി, ഇർവിൻ എന്നീ പര്യവേഷകർ ഏകദേശം 8535 മീറ്റർ ഉയരത്തിലെത്തിയെങ്കിലും തുടർന്ന് അവരെ കാണാതായി. ഇതുകൂടാതെ 7 പര്യവേഷണങ്ങൾ കൂടി നടന്നെങ്കിലും ഒന്നിനും വിജയം കാണാനായില്ല.
നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് അവസാനം ആ ദിവസം വന്നെത്തി. മെയ് 28-ന് രാത്രി ചിലവഴിച്ച 8500 മീറ്റർ ഉയരത്തിലുള്ള റിഡ്ജ് ക്യാമ്പിൽ നിന്നും ഹിലാരിയും ടെൻസിങ്ങും പിറ്റേന്ന് 29-ന് പുലർച്ചെ കയറ്റം ആരംഭിച്ചു. രാവിലെ 9 മണിക്ക് തെക്കൻ കൊടുമുടിയിലെത്തി. എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള അവസാന സമീപനത്തിലെ ആദ്യ വെല്ലുവിളി 120 മീറ്റർ നീളമുള്ള ഒരു നിരപ്പായ പാറക്കെട്ടായിരുന്നു. ചുറ്റും കുത്തനെയുള്ള ഇടിവുകൾ. തെക്കൻ കൊടുമുടിക്കും എവറസ്റ്റിനും ഇടയിലുള്ള അവസാനത്തെ തടസ്സം പാറയുടെയും മഞ്ഞിൻ്റെയും കുത്തനെയുള്ള ഒരു കൂമ്പാരം. 17 മീറ്ററേ ഉള്ളുവെങ്കിലും കയറാൻ പ്രയാസമാണ്. ഒരു ചെറിയ അശ്രദ്ധ ജീവനെടുത്തേക്കാം. ഇരുവരും ഒരു പാറച്ചിമ്മിനിയിൽ കയറും പോലെ പാറഭിത്തിയിൽ മുതുകുകൾ ഉരസി മുകളിലേക്ക്. രാവിലെ 11:30 അത് സംഭവിച്ചു. ലോകത്തിൻ്റെ നിറകയിൽ മനുഷ്യർ. അവർ പരസ്പരം ഹസ്തദാനം നടത്തി, കെട്ടിപ്പിടിച്ചു, സ്വന്തം കാലടികളിലേക്ക് നോക്കി. മനുഷ്യരാശിയുടെ കാൽക്കീഴിൽ ലോകം. അനശ്വരകവി വയലാർ പാടിയ പോലെ, ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ, പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. അതെ, മനുഷ്യൻ അജയ്യനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം മെയ് 29. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA. മത്സ്യ ഉപയോഗത്തിനെതിരെയുള്ള കള്ളപ്രചാരണം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കപ്പൽ മുങ്ങിയതുമൂലം കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും കപ്പലിന്റെ ഇന്ധനം ഉൾപ്പെടെ ചോർന്നു എന്നുള്ള നിലയിലാണ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരവമേറിയ ഈ വിഷയത്തിൽ ഉന്നതതലത്തിൽ ശാസ്ത്രീയ പഠനം നടത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിനു പോകാൻ കഴിയുന്നതുവരെയുള്ള നഷ്ടപരിഹാര പാക്കേജ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി അനുവദിക്കണമെന്നും PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മെയ് 30-ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണം, ആ വ്യാജ പ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. വളരെ കൃത്യമായി ശാസ്ത്രജ്ഞന്മാർ ഇന്നിപ്പോൾ നമ്മുടെ കടലിൽ വരുന്ന മത്സ്യങ്ങളെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നും ഈ 13 കണ്ടെയ്നറുകളിൽ നിന്ന് വന്നിട്ടെന്ന് പറയുന്ന കാൽസ്യം പോലും, ഇത് കാൽസ്യം കാർബൈഡ് പോലും അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ വ്യാപിക്കുന്നതിൽ എത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ അവിടെ സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ 24 മുതൽ ഇങ്ങോട്ട് മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല. ഒന്ന് വാണിംഗ് ഉണ്ട്, ഒന്ന് പ്രതീക്ഷപത്രമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നു. അവർക്ക് ഒരു വരുമാനവും ഇല്ല. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. മത്സ്യത്തൊഴിലാളികളിലും പൊതുസമൂഹത്തിലും തെറ്റായ പ്രചാരണങ്ങൾ നടത്തുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില ലോബികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യം കഴിക്കരുതെന്ന തരത്തിലുള്ള പ്രചാരണം ഇക്കൂട്ടർ നടത്തിവരുന്നു. ഈ വിഷയത്തിൽ സർക്കാർ ഉടനെ ഇടപെടുകയും ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുവാനുള്ള നീക്കത്തെ തുറന്നു കാണിക്കുവാനും കഴിയണം. ജനങ്ങളിലുള്ള തെറ്റായ ധാരണ മാറ്റുന്നതിനായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെയ് 31 ശനിയാഴ്ച വൈകുന്നേരം 4:30-ന് ആലപ്പുഴ ബീച്ചിനു സമീപം മത്സ്യവിഭവ സദ്യ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഫെഡറേഷൻ ഭാരവാഹികളായ PI ഹാരിസ്, C ഷാംജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി സബ് RT ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും ഡ്രൈവർമാർക്കും അതുപോലെ വാഹനത്തിലെ മറ്റ് സ്റ്റാഫിനുമുള്ള ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നടത്തി വരുന്നത്. ഇന്ന് ഏകദേശം 97 വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധനയും അതുപോലെ തന്നെ അത് ഫിറ്റ്നസ് പാസ്സാകുന്ന വാഹനങ്ങൾക്ക് ചെക്ക്ഡ് സ്ലിപ്പ് ഒട്ടിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വീണ്ടും റെക്ടിഫൈ ചെയ്ത് വീണ്ടും വാഹനം ഹാജരാക്കുന്നതിന് നിർദ്ദേശം കൊടുക്കും. ഏകദേശം എല്ലാ ഡ്രൈവർമാരും യൂണിഫോം ഇട്ടും അതുപോലെ വാഹനങ്ങളെല്ലാം നല്ല രീതിയിൽ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്താണ് ഇന്നിവിടെ ഹാജരാക്കിയിട്ടുള്ളത്.
ഇന്നത്തെ കൂടാതെ 31-ാം തീയതി നെടുങ്കുന്നത്തുള്ള സ്കൂളിൽ വച്ചും ഞങ്ങൾ ഈ വാഹന പരിശോധന നടത്തുന്നുണ്ട്. സ്കൂള് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനകൾ പൂർത്തീകരിച്ച് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശോധന ഇന്നേ ദിവസം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സുരക്ഷിത വിദ്യാരംഭം പരിപാടിയുടെ ഭാഗമായാണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തിയത്. ബുധനാഴ്ച രാവിലെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നടത്തിയ പരിശോധനയിൽ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി ജയരാജ്, AMVI കുര്യൻ ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. 107 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 93 ടെസ്റ്റ് പാസ്സാവുകയും 14 അപാകതകൾ കണ്ടെത്തിയതിനാൽ വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. MVI ഷാനവാസ് അഹമ്മദ്, കിഷോർ കുമാർ അലക്സ്, MVI അനു ചന്ദ്രൻ, സഫർ ഇക്ബാൽ, രഞ്ജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ലയൺസ് കെയർ ഫോർ ലൈഫിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം മെയ് 30 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ നടക്കും. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ വൃക്കരോഗികൾക്ക് ആശ്വാസവുമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C പരിധിയിലുള്ള ആലപ്പുഴ ജില്ലയിലെ 11 ലയൺസ് ക്ലബ്ബുകൾ ചേർന്ന് രൂപം നൽകിയതാണ് ലയൺസ് കെയർ ഫോർ ലൈഫ് എന്ന സൊസൈറ്റി. സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സാമൂഹ്യ സേവന പദ്ധതിയായി ആരംഭിച്ച ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ നടക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിക്കും. നിലവിലെ ആരോഗ്യ മേഖലയുടെ വെല്ലുവിളികളെ മറികടന്ന് ആവശ്യക്കാർക്ക് സാധ്യമായ രീതിയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സമാജം പ്രസിഡന്റ് ലയൺ സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഈ ആലപ്പുഴ മേഖലയിൽ കിഡ്നി പേഷ്യൻ്റൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടും ഡയാലിസിസ് അനിവാര്യമായതുകൊണ്ടും എല്ലാവരും ആലപ്പുഴ നിന്നുള്ളവരൊക്കെ കൂടുതലായിട്ടും കോട്ടയം, എറണാകുളം ഭാഗത്തൊക്കെ പോയാണ് ഡയാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ അവരെ സഹായിക്കാനായിട്ടാണ്, അതായത് ലയൺസ് വഴി പോകുന്ന രോഗികൾക്ക് സഹൃദയ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് അവിടെ ഡയാലിസിസ് നടത്തും. അതിനുവേണ്ടി നമ്മളൊരു 5 മെഷീനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് 2 മെഷീൻ ഇപ്പം നമ്മളത് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ 2 ഡയാലിസിസ് ഉപകരണങ്ങളാണ് ലയൺസ് കെയർ ഫോർ ലൈഫ് സംഭാവന ചെയ്യുന്നത്. ആശുപത്രിയിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് 3 ഉപകരണങ്ങൾ കൂടി നൽകും. ഇതോടെ ആകെ 5 ഉപകരണങ്ങൾ ലഭ്യമായിരിക്കും. ഏകദേശം 7 ലക്ഷം രൂപ വിലയുള്ളതാണ് ഉപകരണങ്ങൾ. ലയൺസ് പ്രസിഡന്റ് TG സെബാസ്റ്റ്യൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് T സജി, സഹൃദയ ഹോസ്പിറ്റൽ PRO യദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്രയം എന്ന സംഘടന നാട്ടിലേക്കൊരു വണ്ടി സീസൺ 4 എന്ന പേരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക യാത്ര കുട്ടനാട്ടിലെത്തി. മണ്ണിന്റെ മണമുള്ള ഒട്ടേറെ നാടകങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച കാവാലം നാരായണ പണിക്കരുടെ ചാലയിൽ തറവാട്ടിലായിരുന്നു യാത്രയുടെ സമാപനം. സ്നേഹസൗഹൃദങ്ങളിൽ വിനോദവും വിജ്ഞാനവും നിറച്ച് ചെന്നൈയിൽ നിന്നും നാട്ടിലേക്കൊരു വണ്ടി. ചെന്നൈ ആശ്രയമാണ് നാട്ടിലേക്കൊരു വണ്ടി സീസൺ 4 എന്ന പേരിൽ സാംസ്കാരിക യാത്ര സംഘടിപ്പിച്ചത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ മെയ് 20 മുതൽ 26 വരെയായിരുന്നു പര്യടനം. മണ്ണിന്റെ മണമുള്ള ഒട്ടേറെ നാടകങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച കാവാലം നാരായണപ്പണിക്കരുടെ ചാലയിൽ തറവാട്ടിൽ യാത്ര സമാപിച്ചു. കാവാലത്തിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ യാത്രാസംഘം പുഷ്പാർച്ചന നടത്തി. കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം പ്രവർത്തകരായ കാവാലം അമ്പരൻ, ശ്യാംകുമാർ, K സജി, ഷാജി പാലക്കളം എന്നിവർ കുട്ടനാട് ചരിത്രം, കഥ, പാട്ട് തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടനാടിന്റെ ഭൂപ്രകൃതിയെയും കാർഷിക സംസ്കൃതിയെയും ജോസ് മംഗലപ്പള്ളി പരിചയപ്പെടുത്തി. സിനിമാ നാടക കലാകാരൻ പ്രമോദ് വെളിയനാടിന്റെ സാന്നിധ്യവും നാടൻ പാട്ടും സംഘാംഗങ്ങൾക്ക് ആവേശമായി. കുട്ടനാടിന്റെ വശ്യമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് 80ഓളം വരുന്ന നാട്ടിലേക്കൊരു വണ്ടി ടീം മടങ്ങിയത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8,895 രൂപ, പവന് 71,160 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കനത്ത മഴ തുടരുന്നു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖല പ്രളയ ഭീതി. ശക്തമായ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാശനഷ്ടം.
ചങ്ങനാശ്ശേരിയിൽ വീണ്ടും ഗതാഗത തടസ്സം. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യമുന്നയിച്ച് വില്ലേജ് ഓഫീസ് പടിക്കൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ സമരം. ചങ്ങനാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.